നിങ്ങൾക്ക് ഷുഗർ ക്രേവിങ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം ഞാൻ ഈ പറയാൻ പോകുന്നതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. ഒന്ന്, ലോ മെഗ്നീഷ്യം. മെഗ്നീഷ്യം കുറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂട്ടും. അങ്ങനെ വരുമ്പോഴേക്കും നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ അൺബാലൻസ്ഡ് ആവും. ഇതുവഴി നമുക്ക് ഷുഗർ ക്രേവിങ്സ് അല്ലെങ്കിൽ സ്വീറ്റ് ക്രേവിങ്സ് ഉണ്ടാവും. കൂടുതൽ പേർക്കും സ്വീറ്റ് ക്രേവിങ്സ് അല്ലെങ്കിൽ ഷുഗർ ക്രേവിങ്സ് ഉണ്ടാവാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ലോ മെഗ്നീഷ്യം ആണ്. അടുത്തത് ക്രോമിയം. ക്രോമിയം നമ്മുടെ ഇൻസുലിൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ വളരെ അത്യാവശ്യമാണ്. ക്രോമിയത്തിന്റെ ലെവൽ ലോ ആകുമ്പോഴേക്കും ബ്ലഡിലേക്ക് ആവശ്യത്തിന് ഗ്ലൂക്കോസ് എത്താതെ വരും. അതുവഴി നമുക്ക് ഷുഗർ ക്രേവിങ്സ് ഉണ്ടാവും. നെക്സ്റ്റ്, വൈറ്റമിൻ B1. ലോ വൈറ്റമിൻ B1 നമ്മുടെ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തെ അഫക്ട് ചെയ്യും. അതുവഴി നമുക്ക് ബ്ലഡ് ഷുഗർ പെട്ടെന്ന് തന്നെ ലോ ആവും. അപ്പോൾ ബോഡി കൂടുതൽ ഗ്ലൂക്കോസ് ഡിമാൻഡ് ചെയ്യും. അതുവഴി നമുക്ക് ഷുഗർ ക്രേവിങ്സ് ഉണ്ടാവും. നെക്സ്റ്റ്, വൈറ്റമിൻ B6. നമ്മുടെ ഡോപ്പമിന്റെയും സെറോട്ടോണിന്റെയും പ്രൊഡക്ഷന് വൈറ്റമിൻ B6 ആവശ്യമാണ്. ഈ വൈറ്റമിൻ B6 ലോ ആകുമ്പോഴാണ് നമുക്ക് മൂഡ് സ്വിങ്സ് അല്ലെങ്കിൽ മൂഡ് ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഷുഗർ ക്രേവിങ്സ് ഉണ്ടാവും. നമ്മൾ മൂഡ് ഔട്ട് ആയിട്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ടെൻഷൻ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് മധുരം കഴിക്കാൻ തോന്നുന്നത് ഇതുകൊണ്ടായിരിക്കും. നെക്സ്റ്റ് വൺ, അയൺ. അയൺ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ നമ്മുടെ ബ്ലഡിലൂടെയുള്ള ഗ്ലൂക്കോസ് ഡെലിവറിയും ഓക്സിജൻ ഡെലിവറിയും കുറയും. ആ സമയത്ത് നമുക്ക് വല്ലാത്ത ക്ഷീണം അനുഭവപ്പെടും. അപ്പോൾ ഇത് പരിഹരിക്കാനായി നമ്മുടെ ബോഡി പെട്ടെന്ന് ഗ്ലൂക്കോസ് ഡിമാൻഡ് ചെയ്യും. ഈ സമയത്ത് നമുക്ക് ഷുഗർ ക്രേവിങ്സ് ഉണ്ടാവും. ഇത് കൂടാതെ സിങ്ക് ഡെഫിഷ്യൻസിയും വൈറ്റമിൻ B3 ഡെഫിഷ്യൻസിയും നമുക്ക് ഷുഗർ ക്രേവിങ്സ് കൂട്ടുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായിട്ട് നമ്മുടെ പേജ് ഇപ്പം തന്നെ ഫോളോ ചെയ്തോ.